ടോക്സിക്കിന്റെ ക്ലിംസ് വന്നതിന് പിന്നാലെ ചർച്ച ചെയ്യപ്പെടുന്ന രസമുള്ളൊരു റീയൂണിയൻ നയൻതാരയും ഗീതു മോഹൻദാസും. മനസ്സിനക്കരയ്ക്കും വിസ്മയത്തുമ്പത്തിനും നാട്ടുരാജാവിന് ശേഷം നയൻതാര അഭിനയിച്ച രാപ്പകലിൽ ഗീതുവും ഒരു പ്രധാന റോളുണ്ടായിരുന്നല്ലോ. 25 വർഷങ്ങൾക്കൊക്കെ ഇപ്പുറം രണ്ടുപേരുടെയും ലൈഫ് എങ്ങനെ മാറി എന്നതിലെ കൗതുകമായിരിക്കാം രാപ്പകൽ ഓർമ്മകൾ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടാൻ കാരണം. തമിഴിലെ സൂപ്പർ താര പദവിയിലെത്തിയപ്പോഴും രൂപം കൊണ്ടും കഥാപാത്ര തിരഞ്ഞെടുപ്പിലെ ശൈലി കൊണ്ടും നയൻതാര ഒരുപാട് മാറി. പക്ഷെ മലയാളിക്ക് എന്നും പ്രിയപ്പെട്ട നയൻതാര കഥാപാത്രങ്ങളാണ് മനസ്സിനക്കരയിൽ രാപ്പകലിലേതും ഒക്കെ. സത്യനന്ദിക്കാട് പരിചയപ്പെടുത്തിയ മലയാള തനിമയുള്ള പെൺകുട്ടി എന്നതായിരുന്നു ഡയാന മറിയം കുര്യൻ എന്ന നയൻതാരയുടെ അരങ്ങേറ്റ വിലാസം. ജയറാമിനൊപ്പം മനസ്സിനക്കരെ, തുടർന്ന് അഭിനയിച്ച വിസ്മയത്തുമ്പത്തിലും നാട്ടുരാജാവിലും മോഹൻലാലിനൊപ്പം, തസ്കരവീരനിലും മമ്മൂട്ടിക്കൊപ്പം. സൂപ്പർ താരങ്ങളുടെ നായികയെന്ന അധികം ആർക്കും തുടക്കം തന്നെ കിട്ടാതെ പോകുന്ന നേട്ടം മലയാളത്തിൽ സ്വന്തമാക്കി. പക്ഷെ നയൻതാരയുടെ അഭിനേതാവ് എന്ന നിലയിലുള്ള വളർച്ച കരിയറിൽ പ്രതിഫലിച്ചു തുടങ്ങിയത് തമിഴിലെത്തിയതോടെയായിരുന്നു. അയ്യ എന്ന ചിത്രം തമിഴിൽ നയൻതാരയുടെ ഗതി തന്നെ മാറ്റി. പിന്നീട് 1000ഓളം ദിവസം തുടർച്ചയായി തിയേറ്ററിൽ ഓടിയ ചന്ദ്രമുഖിയോടെ തെന്നിന്ത്യയിലെ ഏറ്റവും തിരക്കുള്ള നായികയായി അവർ മാറി. എല്ലാ ദക്ഷിണേന്ത്യൻ ഭാഷകളിലും നയൻതാര നായികയായി അഭിനയിച്ചു. നായകന്മാർക്കൊപ്പം പ്രതിഫലം വാങ്ങുന്ന ലേഡി സൂപ്പർ സ്റ്റാറായി മാറി. അതേസമയം മറ്റൊരിടത്ത് അഭിനേതാവായി വന്ന് സംവിധായികയായി മാറുകയായിരുന്നു ഗീതു മോഹൻദാസ്. ഗീതുവിൻ്റെ കരിയർ നോക്കിയാൽ 3 ഘട്ടങ്ങളിലൂടെ കടന്നു പോയതായിട്ട് കാണാം. 1986 ഇറങ്ങിയ 1 മുതൽ 0 വരെ എന്ന ചിത്രത്തിൽ ബാലതാരമായിട്ടായിരുന്നു തുടക്കം, 5 വയസ്സുള്ളപ്പോൾ. മലയാളത്തിലെ ഫാസിലിൻ്റെ ചിത്രമായ എൻ്റെ മാമാട്ടിക്കുട്ടിയമ്മയ്ക്ക് എന്ന ചിത്രത്തിൻ്റെ തമിഴ് പതിപ്പിൽ പ്രധാന വേഷം ചെയ്തത് ഗീതു തന്നെയായിരുന്നു. മോഹൻലാൽ ചിത്രം ലൈഫ് ഈസ് ബ്യൂട്ടിഫുള്ളിലൂടെ സംയുക്ത വർമ്മയ്ക്കൊപ്പം നായിക വേഷത്തിൽ 2ാം ഘട്ടത്തിൻ്റെ തുടക്കം. തെങ്കാശിപ്പട്ടണം, വാൽക്കണ്ണാടി, അകലെ, രാപ്പകൽ തുടങ്ങി അഭിനേതാവ് എന്ന നിലയിൽ അവരെ തന്നെ പരീക്ഷിച്ചു പോന്നുകൊണ്ടിരുന്ന ഒരു കാലയളവായിരുന്നു അത്. അതിൽ ചിലതെല്ലാം ഗംഭീര കഥാപാത്രങ്ങളായി മാറി. അകലയിലെ പ്രകടനം മികച്ച നടിക്കുള്ള സ്റ്റേറ്റ് അവാർഡൊക്കെ നേടിക്കൊടുത്തു. 2009 വരെ അഭിനയം തുടർന്ന ഗീതു ഇടയിൽ തൻ്റെ ഉള്ളിലെ സ്റ്റോറി ടെല്ലറെ തിരിച്ചറിഞ്ഞ് സംവിധാന വഴിയിലേക്ക് തിരിയുന്നു. ഫേസ് 3 കേൾക്കുന്നുണ്ടോ എന്ന ഹ്രസ്വചിത്രത്തിൽ തുടക്കം. ലേയേഴ്സ് ഡേയ്സ് എന്ന ഹിന്ദി ചിത്രം, മലയാളത്തിൽ ശ്രദ്ധേയമായ മൂത്തോൻ. അങ്ങനെ സംവിധായിക എന്ന നിലയിൽ വേറിട്ടു നിൽക്കുന്ന ഗീതുവിൻ്റെതായി ഒടുവിലെത്തുന്നത് ടോക്സിക്. പ്രഡിക്ഷൻസ് എല്ലാം അസ്ഥാനത്താക്കിയുള്ള കരിയർ തിരഞ്ഞെടുപ്പുകളിൽ എല്ലാവരെയും ഞെട്ടിച്ച അനൗൺസ്മെൻ്റ് ആയിരുന്നു ഗീതുവിൻ്റെ യശ് പടം. ഹൈ കൊമേഴ്ഷ്യൽ വാല്യൂ ഉറപ്പാക്കുന്ന മാസ് മസാല പടവുമായി ഗീതു മോഹൻദാസ് എത്തുന്നത് പാൻ ഇന്ത്യയെ തിയേറ്ററിലേക്ക് ക്ഷണിച്ചുകൊണ്ടാണ്. അതിൽ പ്രധാന റോളിൽ നയൻതാര എത്തുമ്പോൾ ഗീതു കൊടുക്കുന്നത് ഉറപ്പായും നായകതുല്യ വേഷം തന്നെയായിരിക്കും. പ്രേക്ഷക പ്രതീക്ഷകൾക്ക് അപ്പുറമുള്ള നേട്ടങ്ങളിലേക്ക് ചുരുങ്ങിയ കാലം കൊണ്ട് ചെന്നെത്തിയിരിക്കുന്ന 2 പ്രൊഫൈലുകൾ. അതാണിപ്പോൾ നയൻതാരയും ഗീതു മോഹൻദാസും. രാപ്പകലിൽ ഒന്നിച്ച 2 പേരും പല ഘട്ടങ്ങളിലൂടെ സഞ്ചരിച്ച് പല പ്രതിസന്ധികളും നേരിട്ട് ഉയർച്ച താഴ്ചകൾ ആസ്വദിച്ച് ആഗ്രഹിച്ചത് എന്തൊക്കെയോ നേടി ഭൂമിയുടെ മറ്റൊരു കോണിൽ ഒന്നിച്ചു ചേരുന്ന മൊമെന്റ്. അതാണ് ടോക്സിക്കിലെ റീയൂണിയൻ തരുന്ന ഫീല്.